ಧರೆಗೆ ದಕ್ಷಿಣ ಕಾವೇರಿ ತೀರ ಕುಂಭಪುರವಾಸನು ನೀನೇ. ಕರದಲ್ಲಿ ವೀಣೆಯ ನುಡಿಸುವ ನಮ್ಮ ಉರಗಭೂಷಣನು ನೀನೆ. ಕೊರಳಲ್ಲಿ ಭಸ್ಮ ರುದ್ರಾಕ್ಷಿಯ ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. ಗರುಡ ಗಮನ ನಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ನೀನೆ. ചന്ദ്രചൂഡ ശിവ ശങ്കര. വെറൈറ്റി കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ എൻ്റെ കൂട്ടുകാരെയും നമ്മുടെ യാത്രയിലേക്ക് ഞാൻ ക്ഷണിക്കുവാണ്. നോക്കിക്കേ, നല്ല ക്ലിയർ ബ്ലൂ സ്കൈ, എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ. പോകെ അവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ ഒരു ഇതും നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇന്ന് നമ്മളിപ്പം പോകുന്ന വഴിയിൽ ഞാൻ എപ്പോഴും ഇതിങ്ങനെ നമ്മൾ ഇതുവഴി പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. നോക്കിക്കേ, മൗണ്ടൻ റേഞ്ചസ് ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ അതിലെ ഒരു മൗണ്ടൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റാച്യു പോലെ ഇങ്ങനെ, അതായത് ഒരു ഐക്കോണിക് സ്റ്റാച്യു പോലാണ് നമുക്കത് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് അവിടുത്തെ സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടനാണ്. ഇതിൻ്റെ പേര് പീറ്റർ ബോത്ത് എന്നാണ്. അതുപോലെ ഇത് 820 മീറ്റർ പൊക്കത്തിലാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ട്രെക്കിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒത്തിരി നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഈ ഒരു ഇത് ഇവരെ ഗോഡായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവരുടെ കൺട്രിക്ക് ഒന്നും സംഭവിക്കാത്തതെന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഞാൻ വന്നിറങ്ങിയത് എൻ്റെ എന്താ പറയുന്നത് സ്വപ്ന ലോകത്തിലാണോ എന്ന് തോന്നിപ്പോയി. കാര്യം ഇത് നോക്കിക്കേ, മൂടൽമഞ്ഞ് കൊണ്ട് മൂടിക്കിടക്കുക. ഇപ്പം സമയം ഉച്ചയ്ക്ക് 1:30 മണി കേട്ടോ. നമ്മൾ ഒരു കാട്ടിൽ വെള്ളച്ചാട്ടം കാണാൻ പോയത് ഓർമ്മയില്ലേ, റെയിൻബോ കാണാൻ. അവിടുന്ന് നമ്മൾ നേരെ തിരിച്ചതാണ്. ഇത് ഇവിടെ ഒരു അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇത് ചുരുക്കം ചിലർക്ക് മാത്രമേ ഈ കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാത്ത സമയത്ത് നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്യാമെങ്കിൽ കാണാം, ഈ പ്രതിമയുടെ മുകളിൽ നല്ല ക്ലിയർ ബ്ലൂ സ്കൈ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ആ തുടക്കത്തിൽ കണ്ട ക്ലിയർ സ്കൈ ഇല്ലയോ, ഇതെന്ന് പറയുന്നത് ശിവൻ്റെ ഒരു വലിയൊരു പ്രതിമയാണ് കേട്ടോ. 33 മീറ്റർ ഉയരമുണ്ട് ഈ ഒരു പ്രതിമയ്ക്ക്. ഇതിനെ അവർ മങ്കർ മഹാദേവ് എന്നാണ് പേരിട്ടിരിക്കുന്നത് തന്നെ. ഒരു തടാകത്തിൻ്റെ തീരത്താണ് ഈ ഒരു പ്രതിമ. അപ്പം അത് നമുക്ക് ആ തടാകമൊക്കെ നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമായിട്ട് 108 ശിവലിംഗം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കോടമഞ്ഞ് ഇറങ്ങിയോണ്ട് ആ ഒരു നമ്മളാ കയറി വന്ന ആ ഒരു സമയത്ത് പെട്ടെന്നൊരു ശാന്തമായ അന്തരീക്ഷം. എനിക്കിപ്പോൾ എന്തോ, ഞാനൊരു മഹാദേവൻ്റെ ഭക്തി ആയതുകൊണ്ടാവാം, എനിക്കിപ്പോൾ എന്തോ ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീൽ കേട്ടോ. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നി. പെട്ടെന്ന് ആ ഒരു ഈ മൂടൽമഞ്ഞ് ഇങ്ങനെ വരുവേ, അത് നമ്മുടെ ക്യാമറയ്ക്കൊന്നും ഒരു ലിമിറ്റേഷൻ ഇല്ലേ, അപ്പം നമുക്കത് പറ്റുന്നില്ല. അത് ശരിക്കും നല്ല സൂമിങ് ക്യാമറാസൊക്കെ ആണെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റിയേനെ കേട്ടോ. അതിങ്ങനെ തട്ടി വരുന്ന നമുക്ക് ആ ഒരു ഫീൽ വരും. അപ്പോൾ ഇത് ഒരു നല്ലൊരു കാഴ്ച. പെട്ടെന്ന് ആ മഞ്ഞൊന്ന് മാറിയപ്പോഴത്തേക്ക് ആൾക്കാരുടെ ഒരു റഷായി. അവർ എല്ലാവരും വന്ന് ശിവലിംഗത്തിൽ പാലൊക്കെ ഒഴിച്ച് അഭിഷേകം ചെയ്യുകയും അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു. അതുപോലെ ഈ ഒരു മൂർത്തിയുടെ ഒരു നിഷ്കളങ്കമായ ഇങ്ങനത്തെ ഒരു പ്രതിമ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നുണ്ട്. ഇത്ര ശാന്തമായ ഒരു ശിവൻ്റെ ഒരു മൂർത്തി. അപ്പോൾ ഇത് നോക്കിയാൽ നമ്മൾ പിന്നെ എവിടെ ചെന്നാലും ഷോർട്സും റീൽസിൻ്റെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാനും വീഡിയോ എടുക്കാൻ പോയതാണ്, എങ്കിലും നോക്കിയ പെട്ടെന്ന് അവിടെ ഒരാൾ ഷോർട്സ് എടുക്കാനുള്ള തിരക്കിലാണ്. ആ താഴെയൊക്കെ കിടക്കുന്ന ഇങ്ങനെ പാലാണ് കേട്ടോ. അവരെല്ലാം ഇങ്ങനെ ഒരു വെറ്റ, കോയിൻ, അടയ്ക്ക ഇതൊക്കെ വെച്ചാണ് അവിടെ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്കിതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല. അമ്മയൊന്നും പോസ് ചെയ്തത് തോന്നുന്നല്ല, അങ്ങനെയൊക്കെയാ പോസ് ചെയ്യണ്ട. മഞ്ഞ് മാറിപ്പോയെങ്കിൽ പോലും ശക്തമായ തണുത്ത കാറ്റടിക്കുക. ദേഹമെല്ലാം ഇങ്ങനെ, അതായത് കൈയൊക്കെ, അതായത് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പാർട്ടെല്ലാം ഇങ്ങനെ ചുമന്ന് ഇങ്ങനെ തെണുത്ത് ഇങ്ങനെ വരും. അതുപോലെ കവിളൊക്കെ ഇങ്ങനെ തടിച്ച്, ചെവി വേദന, സർവത്ര തണുപ്പെന്നൊക്കെ പറയത്തില്ല, അതുപോലായിപ്പോയി. എന്തൊരു ആ ഒരു കാലാവസ്ഥയുടെ മാറ്റം അതിശയിപ്പിച്ച്. നമ്മൾ ഡൽഹിയിലൊക്കെ താമസിക്കുമ്പോൾ പോലും ഇങ്ങനൊരു എക്സ്ട്രീം തണുപ്പിൽ താമസിച്ചിട്ടോ അതൊന്നുമല്ല, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എങ്കിലും ഈ പ്രതിമയ്ക്കൊരു പ്രദക്ഷിണം വെക്കണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പോൾ ഇതിൻ്റെ താഴ്വശത്ത് വരെ
നമുക്ക് കയറി പോകാനുള്ള പടികൾ ഇട്ടിട്ടുണ്ടെങ്കിലും അത് ലോക്ക് ചെയ്ത് വിട്ടിരിക്കുക. അപ്പോൾ ഒരു തടാകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ തടാകം നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാം. ആ തടാകം വരെ നമുക്ക് നടന്നു പോകാമെന്നുള്ളൂ. ഈ തണുപ്പത്ത് നടക്കാൻ പറ്റില്ല. അപ്പോൾ കാറിൽ പോകാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഒരു പ്രത്യേകത ഇവിടെ കണ്ടെന്ന് വെച്ചത് പ്രതിമകളെല്ലാം ഇങ്ങനെ ഗ്ലാസ് കൂടാരങ്ങളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം മനസ്സില്ലാ മനസ്സോടാണെങ്കിൽ പോലും ഇവിടുന്ന് ഇപ്പം വിട വാങ്ങിയേ പറ്റത്തുള്ളൂ. ഒരു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്ന ഒരു അനുഭവമായിരുന്നു ഇവിടെ. ഞാൻ നടന്നു വന്നോല്ല, അമ്മ കേറുവോ? കേറ്. അങ്ങനെ നമ്മൾ തടാകത്തിലെത്തി. ഇവിടെ തന്നെ കാശി വിശ്വനാഥ ടെമ്പിള് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ഒരു കാശി യാത്ര വളരെ വിഷമകരമായ ഒരു അനുഭവമായിരുന്നു. അത് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ പോകുന്ന അവിടെ ഒരു കവാടം കണ്ടോ, അവിടോട്ട് അതിൽ കൂടെ ഇറങ്ങി നമുക്ക് ആ തടാകത്തിലോട്ടാണ് പോകേണ്ടത്. എന്തൊരു മനോഹരമായ കാഴ്ചയായിരുന്നോ അത്. പണി ഇന്നുണ്ട്. ഇതൊരു വോൾക്കാനിക് ഗർത്തത്തിലാണ് ഈ തടാകം. അതുകൊണ്ട് തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 550 മീറ്ററോളം പൊക്കത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 18 മീറ്ററോളം ആഴമുണ്ട്. ഗംഗയുടെ തീരത്ത് നമ്മൾ എന്തെല്ലാം പൂജകൾ ചെയ്യുന്നു അതെല്ലാം ആൾക്കാർ ഇവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ പൂജയ്ക്ക് ശേഷം ഉപയോഗിച്ച ഫലങ്ങളും പൂക്കളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. കുരങ്ങന്മാർ നിറച്ചുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങളെ എന്ന് ആ ഒരു ടൈമിൽ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടാവാം കാണാൻ കഴിഞ്ഞില്ല. ഇത് നമുക്ക് ചുറ്റും ഈ തടാകം നമുക്കിങ്ങനെ കറങ്ങി വരാം കേട്ടോ. അപ്പോൾ അതിനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടിട്ടുണ്ട്. മറുകരയിൽ ആശ്രമങ്ങളും ഇങ്ങനെ പൂജകളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഇവിടെ തീരത്ത് തന്നെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അവിടെ എല്ലാ ദൈവങ്ങളെയും നമുക്ക് കാണാൻ കിട്ടും. അവിടെ കയറി നമുക്ക് പൂജയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ തടാകത്തിനൊരു ഒരു ഒരു അതിശയിപ്പിക്കുന്ന ഒരു കഥയുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പോകണ്ടായോ? അതിന് പോകാൻ വേണ്ടി നമുക്ക് കുറച്ച് പിന്നിലോട്ട് സഞ്ചരിക്കണം കേട്ടോ. ഏതാണ്ട് 1887 ആ ഒരു കാലയളവിൽ ഗ്രാമത്തിലുള്ള ഒരു ഹിന്ദു പുരോഹിതന് സ്വപ്ന ദർശനം ഉണ്ടാവുകയുണ്ടായത്രേ. അതായത് അദ്ദേഹം ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടു ഒരു തടാകത്തിലോട്ട് ഗംഗ നേരിട്ട് പതിക്കുന്നതായിട്ട്. അദ്ദേഹം ഇത് ശിഷ്യഗണങ്ങളോട് പറയുകയും അങ്ങനെ ഗ്രാമത്തിൽ മൊത്തം ഈ കഥ അറിയുകയൊക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹം ശിഷ്യരുമൊത്ത് ഈ തടാകം തേടി ഇങ്ങനെ ആ ഒരു കൺട്രി മൊത്തം ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെയാണ് ഗ്രാൻഡ് ബേസിനിലെത്തുകയും ഈ ഒരു തടാകം പെട്ടെന്ന് കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാകുകയുണ്ടായി ഇത് നമ്മൾ അന്ന് സ്വപ്ന ദർശനത്തിന് കണ്ട അതേ തടാകമാണ്. അങ്ങനെയാണ് ഇതിന് ഈ ഒരു പേര് കിട്ടുന്നത്. ഇതൊരു വലിയൊരു പിൽഗ്രിം ഒരു ഇതായിട്ട് കാണുകയും ചെയ്യുന്നത്. ശിവരാത്രിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം കേട്ടോ. അന്ന് ഏകദേശം ഒരു 4 ലക്ഷത്തോളം ആൾക്കാരാണ് ഈ ഒരു തീരത്ത് വരുന്നത്. എല്ലാ ഹിന്ദുക്കളുടെ വീടുകളിൽ നിന്നും മിക്ക വീടുകളിൽ നിന്ന് ഇങ്ങനെ ശിവൻ്റെ ഓരോ മൂർത്തി പോലെ ഇവരിങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ദിവസങ്ങളെടുക്കും ഈ ഒരു തീരത്ത് വരും. ഇത് ആ ഒരു ശിവരാത്രി ടൈമിൽ ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് ആ ഒരു ടൈമിൽ കുറച്ച് ക്ലിപ്പിങ്സ് കിട്ടി കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഇങ്ങനെ അപ്പം വഴിനീളെ ഇങ്ങനെ ഇതൊക്കെ വലിയ പുണ്യമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇങ്ങനെ സ്റ്റോളുകളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ആഹാരവും വെള്ളവും അങ്ങനെ കൊടുക്കുകയും അതൊക്കെ ഇതൊരു പുണ്യകർമ്മം അങ്ങനെയൊക്കെയാണ് അവർ കരുതുന്നത്. അതുപോലെ ഇപ്പം ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർ ഇപ്പം നമ്മൾ ഗംഗാജലമൊക്കെ ഇങ്ങനെ പോകുന്നവരെടുത്ത് ബന്ധുക്കൾക്കൊക്കെ കൊടുക്കത്തില്ല എന്ന് പറയുന്ന പോലെ ഇവിടുന്ന് ബോട്ടിലുകളിലൊക്കെ വെള്ളമാക്കി, അതായത് ഒരു പുണ്യ ജലം എന്നൊക്കെയാണ് അവർ കണക്കാക്കുന്നത്. അതിങ്ങനെ കൊണ്ട് വീടുകളിലൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മനസ്സ് നിറഞ്ഞ് കുറേ കഥകളും ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമ്മുടെ ഗംഗാ നദിയെ പകർന്ന് കൊണ്ടുവന്ന് ഈ ഒരു തടാകത്തിൽ ഒഴുകുകയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കൂടെ ആകുമ്പം അതൊരു ഗംഗയാണെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അങ്ങനെ മനസ്സ് നിറഞ്ഞ് തൽക്കാലത്തേക്ക് ഈ ഒരു യാത്രയിലേക്ക് വിട പറയുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് ഒരു ദുർഗാദേവിയെ കൂടെ കാണാൻ കിട്ടും. ഇതെല്ലാം ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് ആ ഒരു ഏരിയയിൽ തന്നെ. അപ്പം ഇതാണ് നമ്മൾ ആ ശിവരാത്രിക്ക് ആൾക്കാർ വരുമ്പം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു പാർക്കിംഗ് ഏരിയയാണ്. നോക്കിക്കേ എന്തുമാത്രം വണ്ടികൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ദുർഗയുടെ ഒരു പ്രതിമ ഇതുപോലെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ശിവൻ്റെ പ്രതിമ കണ്ടതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് നടന്ന് കാണാവുന്നതേ ഉള്ളൂ. തണുപ്പ് ഒരുമാതിരി കുറഞ്ഞു വരുന്നു. ആകാശം കുറച്ച് ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാടായി നിങ്ങളെ ഞാനിങ്ങനെ മുഷിപ്പിക്കുന്നു. അപ്പം നമുക്കിനി ഇവിടുന്ന് തിരിച്ച് ഡൽഹിക്ക് പോകണ്ടായി. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് തിരിച്ച് പോകണം. അപ്പോൾ ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി കേട്ടോ. അപ്പം വീണ്ടും പുതുമയുള്ള കാഴ്ചകളുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ്. അതുവരേക്കും അത് ഒരുപാട് നന്ദി വീണ്ടും ഞാൻ പറയുവാണ്.